നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും കാരണം ദഹനം ശരിയായി നടക്കാത്തതാണ്. അത് ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂസ് ആവാം, പൈൽസ് ആവാം, മലബന്ധം പോലുള്ള ഇഷ്യൂസ് ആവാം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾക്ക് ദഹനം വലിയൊരു ഘടകമാകുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഈ ചർച്ചയിൽ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ്. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമസ്കാരം ഡോക്ടർ. ദഹനം ശരിയായി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? വളരെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. ദഹനം എന്നുള്ളത് ഇന്ന് പലരെയും ദഹനം പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ പേഷ്യൻസും ചോദിക്കാറുണ്ട്, ഒട്ടുമിക്ക ആൾക്കാരും എങ്ങനെ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ എന്നുള്ളത്, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ഭാരം തോന്നാതിരിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനം പ്രോപ്പറാണ്. അതുപോലെ രണ്ടാമത്തേത് എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നോർമലായിട്ട് വിസർജ്യം പുറന്തള്ളുന്നത് ഡെയിലി എന്നുണ്ടെങ്കിൽ ഡെയിലി, പിന്നെ ഓരോരുത്തർ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇരിക്കും. അപ്പോൾ നമുക്ക് ദിവസവും ഉള്ള ശോധന എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട് മോഷൻ പുറത്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പറാണെന്ന് പറയാൻ പറ്റും. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എരിച്ചിൽ, വയറ് വീർക്കുന്ന ബുദ്ധിമുട്ട്, ഇതൊന്നുമില്ലാതെ ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ജനറലായിട്ട് നമുക്കത് ദഹനം കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഭാരമായിട്ട് തോന്നാതിരിക്കുന്ന ഒരവസ്ഥ. അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് അല്ലേ? അതെ. പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഈ ഗ്യാസ്, അതേപോലെ ബ്ലോട്ടിങ്, അസിഡിറ്റി എന്നിവയൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? അതെ, എല്ലാ പേഷ്യൻസും പൊതുവെ ലക്ഷണങ്ങളായിട്ടാണ് ഇത് പറയാറുള്ളത്. അല്ലെങ്കിൽ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മളടുത്ത് പറയും, ഡോക്ടറെ എനിക്ക് ഗ്യാസ് ആണ്, അല്ലെങ്കിൽ ചിലർ പറയും ഡോക്ടറെ എനിക്ക് വയറ് വീർത്തിരിക്കുന്ന പോലെയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചിലർ വന്ന് പറയും ഡോക്ടറെ എനിക്ക് അസിഡിറ്റീൻ്റെ ബുദ്ധിമുട്ടാണ്. ഇത് മൂന്ന് കാര്യങ്ങളും ആയിട്ടാണ് പലരും പേഷ്യൻസ് പറയുക, അല്ലെങ്കിൽ ഇത് മൂന്ന് മിക്സ് ആയിട്ടും പറയുന്നവരുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് മൂന്നാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഗ്യാസ് എന്നറിയാം. അതെന്തൊക്കെയായിരിക്കാം? ചിലപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകുന്ന H2S എന്ന് പറയുന്ന ഗ്യാസ് ആയിരിക്കും, അങ്ങനെ മീതെയിൻ, ഇതൊക്കെ ഗ്യാസുകളായിട്ട് ഫോം ചെയ്യാറുണ്ട്. അത് ദഹനത്തിൻ്റെ പ്രവർത്തനം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന എയറാണ് ശരിക്കും ഗ്യാസ് എന്ന് പറയുന്നത്. അതല്ലാത്ത പക്ഷം നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അതിൻ്റെ ഇടയിലൂടെ കയറി പോകുന്ന എയറും ഇതേപോലെ ഗ്യാസായിട്ട് ഫോം ചെയ്യാറുണ്ട്. ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ചെറുകുടലിലോ അല്ലെങ്കിൽ വയറിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ബോഡി മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവാതിരിക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗ്യാസ് അവിടെ ഇവിടെയും കിടക്കുന്ന ഭാഗത്ത് നമുക്കൊരു വയറ് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോട്ടിംഗ് എന്ന് പറയാൻ പറ്റും. വയറ് വീർത്തിരിക്കുക അല്ലെങ്കിൽ ഗ്യാസൊക്കെ കയറി തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനൊരു ബ്ലോട്ടിംഗ് എന്ന് പറയാൻ പറ്റും. പിന്നെ അസിഡിറ്റി എന്നുള്ളത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, അതായത് ഒരുതരം ദഹനരസങ്ങൾ, നമ്മുടെ ഭക്ഷണം ദഹിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനമാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഇത് കൂടുന്ന സമയത്താണ് ഇത് അസിഡിറ്റി അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകുന്നത്. ഇതിനെ തുടർന്നിട്ടാണ് നമുക്ക് എൻഡോസ്കോപ്പിയിലൊക്കെ ഉണ്ടാകുന്ന റിപ്പോർട്ടിൽ കാണാറില്ലേ GERD എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ. ഇതൊക്കെ തന്നെ തുടർന്നിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഗ്യാസ് എന്ന് പറയുന്നത് എയർ ഫില്ല് ചെയ്യുന്നതാണ്. ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ഗ്യാസ് തിങ്ങി നിൽക്കുന്നതാണ്. അസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നതാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലും വരാറുണ്ട്. ചിലപ്പോൾ ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പേഷ്യൻസ് പറയാറുള്ളത്. ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ പല രൂപത്തിൽ പലർക്കും കാണാറുണ്ട്. ചിലർക്ക് ഇപ്പോൾ കീഴ്വായി പോകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ചിലർക്ക് നെഞ്ചുവേദനയായിട്ട് വരാം. അപ്പോൾ ഇത് അറ്റാക്കിൻ്റെ വേദനയാണോ അതോ ഗ്യാസിൻ്റെ വേദനയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? രണ്ട് രീതിയിലാണ് നമുക്കിത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. അറ്റാക്കിൻ്റെ ബുദ്ധിമുട്ട് വേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പെയിന് ജനറലി സാവധാനം അത് ഇടത് ഭാഗത്തോട്ട് നീങ്ങുന്നതായിട്ട് പൊതുവെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വല്ലാത്ത ക്ഷീണം, അതുപോലെ കുളിരി വരിക, വിയർക്കുക, നന്നായിട്ട് വിയർക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവുക, ആകെ മൊത്തം ക്ഷീണമായിട്ടിരിക്കുന്ന കണ്ടീഷനാണ് പൊതുവെ അറ്റാക്കിൻ്റെ പെയിനായിട്ട് കാണാറുള്ളത്. ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എരിച്ചിൽ പോലെ ആയിരിക്കും വേദന തുടങ്ങുന്നുണ്ടാവുക, നെഞ്ചെരിച്ചിൽ. അത്
പെട്ടെന്ന് ഉണ്ടാകുന്നതായിരിക്കില്ല. അതിൻ്റെ മുന്നേ തന്നെ ആൾക്ക് പൊതുവേ ഗ്യാസ്ട്രിക് ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കാം, എരിച്ചിൽ, ഓക്കാനം, അത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ അവർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ കാണും. പിന്നെ ആയിരിക്കും പെട്ടെന്നായിരിക്കും ഈ ഗ്യാസിൻ്റെ വേദനകൾ വരാറുള്ളത്. അത് തന്നെ മൈൽഡായിട്ടുള്ള വേദനകളിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഗ്രാജ്വലി ആയിരിക്കും ഗ്യാസിൻ്റെ പെയിനുകൾ ഫോം ചെയ്യാറുള്ളത്. ഇങ്ങനെ നമുക്ക് ജനറലി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏജ് ഒരു ഫാക്ടറാണ്. ഇന്നത്തെ കാലത്ത് അത് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഈ ഏർലി ഏജിൽ അല്ലെങ്കിൽ 20s 30s ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് ഗ്യാസിൻ്റെ വേദനകളൊക്കെ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ നമുക്കത് ഓവറായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു പരിധി വരെയൊക്കെ നമുക്ക് ഏജും വെച്ചിട്ട് നമുക്കത് നോക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെറുപ്പക്കാർ പോലും അറ്റാക്ക് വരുന്ന സാഹചര്യമാണ്. ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ജനറലി നമുക്ക് പറയാം. അതെ ഡോക്ടറെ, വയറിനുള്ളിൽ നിന്ന് പലപ്പോഴും പല സൗണ്ടുകൾ വരാറുണ്ട്, ഗർഗ്ലിംഗ് പോലെ. അപ്പോൾ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ ഉള്ളിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദഹനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പല പല ഗ്യാസുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇത് ചെറുകുടലിൻ്റെ ഉള്ളിൽ, വൻകുടലിൻ്റെ ഉള്ളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ട്. ചെറിയ ഒരു ചലനങ്ങൾ നമ്മുടെ എപ്പോഴും വയറിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ദഹനം നടന്നിട്ട് ഭക്ഷണങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ മോഷനായിട്ട് മലം പുറത്ത് പോകുന്നതും. ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഗ്യാസ് ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ചലനം നടക്കുമ്പോൾ അതിനൊരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൻ്റെ ഒരു സൗണ്ട് ചെറിയ രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ ഗ്യാസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെ ഉണ്ടാകുന്ന സൗണ്ടുകൾ നമുക്ക് കേൾക്കാറുണ്ട്. അതാണ് ചിലർ നമുക്ക് ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഗുളു 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 എന്ന് പറഞ്ഞിട്ട് സൗണ്ട് വരാറുണ്ടല്ലോ. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അതൊരു അസുഖമോ അല്ലെങ്കിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇപ്പോൾ കീഴ്വായു അങ്ങനെയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ കൂടുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഏമ്പക്കമായിട്ടൊക്കെ ഗ്യാസ് ഓവറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറന്തള്ളുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അതർവൈസ് കീഴ്വായു പോകുന്നതും ഏമ്പക്കമായിട്ട് വരുന്നതും ഈ സൗണ്ടും ഒക്കെ ദഹനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ വിശക്കുന്ന സമയത്തും അപ്പോൾ ഇത് തന്നെയാണോ സംഭവിക്കുന്നത്? വിശക്കുന്ന സമയത്തും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൻ്റെ ഉൽപ്പാദനം, ഞാൻ നേരത്തെ പറഞ്ഞു, വയറിൻ്റെ ഉള്ളിൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ചിലർക്ക് ഈ ആസിഡിൻ്റെ അളവ് കുറയാറുണ്ട്. അപ്പോഴും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാകുന്ന ഇംബാലൻസ് സ്റ്റേജും ഈ സൗണ്ടുകൾക്ക് കാരണമാകാറുണ്ട്. ഈ പാൽ ഉൽപ്പന്നങ്ങൾ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടോ? അത് ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കാം. പാലുൽപ്പന്നങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതുണ്ടാകുന്ന സമയത്താണ് പൊതുവേ പാലുൽപ്പന്നങ്ങൾ എല്ലാവർക്കും ഗ്യാസ് ആയിട്ട് മാറാറുള്ളത്. അതർവൈസ് പാലിൻ്റെ പ്രൊഡക്റ്റുകൾ കഴിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. റോ മിൽക്കിനെയും കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത് നമുക്കത് ഫെർമെൻറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന തൈര്, ചീസ്, ബട്ടർ പോലുള്ള ഉൽപ്പന്നങ്ങളാക്കിയിട്ട്, നെയ്യ്, അതൊക്കെ നമുക്ക് വയറിൻ്റെ ഉള്ളിൽ പുണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും വയറ്റിലൊരു ടീസ്പൂൺ നെയ്യൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ആ പുണ്ണ് ഹീൽ ചെയ്യാനും അതിന് കോംപ്ലിക്കേഷൻ കുറയ്ക്കാനൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആക്കിയിട്ട് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കി തരം തിരിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ പഴവർഗ്ഗങ്ങൾ ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ടോ? എല്ലാ പഴങ്ങളും ഇല്ല. ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് പറയാറുണ്ട്. എസ്പെഷ്യലി നേന്ത്രപ്പഴമൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അതുപോലെ മുസമ്പി, ഓറഞ്ച് പോലുള്ള പുളിയുള്ള ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഗ്യാസ് ഉണ്ടാക്കുന്നില്ല, കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ചില ഫ്രൂട്ട്സിന് അങ്ങനെ വരാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്രൂട്ട്സിൽ ഉണ്ടാക്കുന്ന ഷുഗർ അതിൻ്റെ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില ഫ്രൂട്ട്സിൽ ഉണ്ടാകുന്ന ഷുഗർ അത് ഡൈജഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡൈജഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ദഹനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഓറഞ്ച്, മുസമ്പി ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ ആസിഡിറ്റി കൂടുതലുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് കൂടും. കാരണം അതിൽ ആസിഡിൻ്റെ കണ്ടൻറ്റ് കുറച്ചും കൂടെ കൂടുതലാണ്. കുറച്ച് പുളിയുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ച്, മുസമ്പി, നാരങ്ങ, മുന്തിരി ഇതൊക്കെ കഴിക്കുമ്പോൾ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് കൂട്ടും. അപ്പോൾ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. പക്ഷേ ഹൈപ്പോ ആസിഡിൻ്റെ അളവ് കുറവുള്ള ആൾക്കാർക്ക് നേന്ത്രപ്പഴം പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ട് കൂടും. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ആപ്പിള്, ഷമാം,
അതുപോലെ ചിക്കു, പേരയ്ക്ക, ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്.